ഇപ്പോഴത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് കേട്ടോ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമ്മളിതിന് മുന്നുള്ള കുറേ വീഡിയോസിൽ സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്ത് ചെയ്യണം, ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പല പല വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഈ ഒരു ചാനലിലെ പ്ലേലിസ്റ്റിൽ തന്നെ അങ്ങനത്തെ ഇത്തരം വീഡിയോസ് ഉണ്ട്. അപ്പോൾ പൊതുവെ നമുക്കെല്ലാവർക്കും ഈ ജനറേഷൻ തന്നെയല്ല, നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും പൊതുവെ ഉള്ള ഒരു പ്രശ്നമാണ് ഒരു കമ്പാരിസൻ്റെ പ്രശ്നം. അതായത് നമ്മൾ എപ്പോഴും ഒരിക്കലും നമ്മൾ തന്നെ ഏറ്റവും നല്ല കാര്യം അല്ലെ, ഏറ്റവും ഫിൽറ്ററൊക്കെ കൊടുത്ത് ഏറ്റവും നല്ല ഒരു കാര്യം മാത്രമാണ് നമ്മൾ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുള്ളൂ. എപ്പോഴും നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈഡ് മാത്രമാണ് നമുക്ക് പുറത്ത് ആളുകളെ കാണിക്കാൻ ഇഷ്ടം. കാരണം നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അവരെക്കാളൊക്കെ കുറവാണെന്നുള്ളൊരു ഗിൽറ്റ് ഉണ്ടാവും. ഇതൊക്കെ മനുഷ്യ സഹജമാണ്, നമ്മളെല്ലാവരും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുമാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്, ഇപ്പോൾ ഒരാളൊരു പുതിയ കാറ് വാങ്ങി, അല്ലെങ്കിൽ ഒരു പുതിയ വീട് വെച്ചു, അല്ലെങ്കിൽ അവരൊരു ഫോറിൻ ട്രിപ്പ് നടത്തി, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കാണുകയും നമ്മൾ അതൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ നോർമലി നമുക്ക് വല്ലാത്തൊരു ഗിൽട്ട് വരും. ഈ സോഷ്യൽ മീഡിയയിൽ ഇത് കാണുമ്പോൾ വല്ലാത്ത വിഷമം നമുക്ക് വരും. ഒക്കെ നോർമലാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെയുള്ള വിഷമങ്ങൾ വരും, ഞാൻ അവിടെ എത്തിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പോൾ ഈ വിചാരങ്ങൾ ആക്ച്വലി നമ്മുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസിന് വരെ കാരണമാവുന്ന കാര്യങ്ങളാണ്. അതായത് കണ്ടോ അവർക്കതുണ്ട്, എനിക്ക് ഇപ്പോഴും ഇത് എത്തിയിട്ടില്ല, അതിപ്പോൾ നമ്മുടെ ലൈഫ് മാത്രമാണ് എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വേണമെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ പേരൻസ് ഇപ്പോൾ ഒരാൾക്ക് A+ ഇപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ, ഫുൾ A+ കിട്ടുമ്പോഴത്തേക്കും സ്റ്റാറ്റസ് ഇടൽ. അപ്പോൾ അത് കാണുമ്പോൾ കണ്ടോ നിനക്ക് ഇല്ല, നിന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള രീതിയിൽ അവരെ ബ്ലെയിം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഇത്തരം ഇൻഫ്ലുവൻസുകൾ, അതായത് ആ സോഷ്യൽ മീഡിയയുടെ ആ ബ്യൂട്ടി, അല്ലെങ്കിൽ അവർ പ്രൊജക്റ്റ് ചെയ്യുന്ന അവരുടെ ലൈഫിൻ്റെ ഓവർ പോസിറ്റിവിറ്റി നമ്മൾ ആക്ച്വലി ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സ്വസ്ഥതകേടും ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഇതിൽ നിന്നൊരു മാറ്റം വേണ്ടേ? എങ്ങനെയാണ് ഇതിനൊരു മാറ്റം ഉണ്ടാക്കുക? ആദ്യം ചെയ്യാവുന്നൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ ഈ ആവശ്യമില്ലാത്ത ടൈം ലൈൻ മ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത നോയ്സുകളെ നമ്മുടെ ലൈഫിൽ നിന്ന് മ്യൂട്ട് ചെയ്ത് വയ്ക്കുക. അതായത് ഒരുപാട് നമ്മളിലേക്ക് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്ന, അതായത് ഓവർ പോസിറ്റിവിറ്റി കാണിക്കുന്ന ആളുകളെ നമ്മൾ ഹൈഡ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതായത് ആ ഭാഗത്തേക്ക് നോക്കാതിരിക്കുക എന്നുള്ളതാണ്. വേറൊരു കാര്യം, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്താണ് നമ്മുടെ ലൈഫിലേക്ക് നോക്കാം. ലൈഫിൽ പല സീസൺസ് ഉണ്ട്. നമ്മുടെ സീസൺസ് പോലെ തന്നെയാണ്. വസന്തം ഉണ്ടാവും, ശിശിരകാലം ഉണ്ടാവും, അല്ലേ, കൊടുമഴക്കാലം ഉണ്ടാവും, മഞ്ഞുകാലം, പല കാലങ്ങളുള്ള നമ്മുടെ ജീവിതം ഇങ്ങനെ സീസണുകൾ പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏത് സീസണിലാണ്, നമ്മൾ ചിലപ്പോൾ വളരെ ഡീപ്പ് ഹീലിങ്ങിൻ്റെ സീസണിലായിരിക്കും ഇരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മളവിടെ എത്തിയിട്ടുണ്ടായത്. നമ്മുടെ വസന്തകാലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായത്. നമ്മളിപ്പോൾ എവിടെ എത്തി എന്നുള്ളത് മാത്രം നമ്മളിപ്പോൾ അന്വേഷിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ സ്കെയിലും നമ്മുടെ ജീവിതത്തിൻ്റെ സ്കെയിലും രണ്ടാണ്. ഒരിക്കലും മറ്റവൻ്റെ സ്കെയിലുകൊണ്ട് നമ്മുടെ ജീവിതം അളക്കാതിരിക്കുക. ഒരിക്കലും അവൻ അനുഭവിക്കുന്നതായിരിക്കില്ല ഞാൻ അനുഭവിക്കുന്നത്. അവൻ്റെ ജീവിതത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സിൻ്റെയും മൈൽ സ്റ്റോൺസിൻ്റെയും സമയം എൻ്റെ സ്കെയിൽ വെച്ച് അളക്കാൻ പറ്റില്ല. അതുപോലെ എൻ്റേത് അവൻ്റേത് വെച്ച് അളക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ടുപേരുടെയും ജീവിതം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ അത്തരം കമ്പാരിസൺസോ അവൻ 20 വയസ്സിൽ അത് അച്ചീവ് ചെയ്തു, പക്ഷെ നിങ്ങൾ 30 വയസ്സിൽ അതിനും വലിയ എന്തോ ഒരു കാര്യമായിരിക്കും അച്ചീവ് ചെയ്യാൻ. സോ ഓരോ ആളുകൾക്കും ഓരോ കാര്യങ്ങൾ എത്താൻ അതിൻ്റേതായ സമയമെടുക്കും. എല്ലാവരും ഒരേ സ്പീഡിലാണ് ഒരേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ പല ആളുകളെയും സൃഷ്ടിക്കേണ്ട കാര്യം ദൈവത്തിനില്ലല്ലോ, അല്ലേ? അപ്പോൾ ഓരോ വ്യക്തിയും ഡിഫറെൻ്റ് ആണ്, അവരെത്തിച്ചേരേണ്ട സമയവും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരിക്കലും നമ്മളുടെ സ്കെയിലും അവരുടെ സ്കെയിലും തമ്മിൽ കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം, എപ്പോഴും നമ്മുടെ ലൈഫിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് എൻ്റെ ജീവിതം നിൽക്കുന്നത്, എൻ്റെ ഗോൾസ് എവിടെയാണ് നിൽക്കുന്നത്, എൻ്റെ ഡ്രീംസ് എവിടെയാണ് നിൽക്കുന്നത്, എൻ്റെ ചുറ്റുമുള്ളവരെങ്ങനെയാണ്, അതാണ് അതിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഫോക്കസ് ചെയ്ത് നമ്മുടെ ലൈഫിലേക്ക് ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ
എപ്പോഴാണോ നമ്മുടെ ലൈഫ് ഫുള്ളായി ബ്ലൂം ചെയ്യേണ്ടത് ആ കറക്റ്റ് സമയം, ഡിവൈനായിട്ടുള്ള ഒരു സമയമുണ്ട്, ഓരോ കാര്യങ്ങളും നടക്കേണ്ട സമയം, ആ സമയത്ത് കൃത്യമായിട്ടത് നടക്കും. അപ്പോൾ ഇനി മുതൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ ഫിൽറ്റർ ചെയ്ത് യൂസ് ചെയ്യുക. എന്താണോ എനിക്ക് വേണ്ടത് അതിൽ നിന്ന് അത് മാത്രം എടുക്കാൻ നമ്മൾ ശീലിക്കുമ്പോൾ നമ്മളെന്നും ഹാപ്പി ആയിരിക്കും.